ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്താണ്, അവരുടെ ഒരു ഫീലിങ്സ് എന്താണ്, എന്താ അവർക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജിയാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളാണെന്നുണ്ടെങ്കിലും അതുപോലെ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിച്ചിരിക്കുന്ന രണ്ട് വ്യക്തികളാണെന്നുള്ളത് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ടാവാം, ചിലപ്പോൾ നോ കോണ്ടാക്റ്റിലേക്ക് പോയിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ടാവാം. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ട് കുറച്ചധികം നാളുകളായി. അതുകൊണ്ട് തന്നെ രണ്ട് പേരും കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തിയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് വരും നാളെ വരും എന്നുള്ള ആ ഒരു എനർജിയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഇൻ ദ സെയിം വേ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരും എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ പറയാം. അപ്പോൾ രണ്ടുപേരും ഒരേപോലെ നമ്മളുടെ പാർട്ട്ണറിനെ കുറിച്ച് ആലോചിക്കുന്നു, അല്ലെങ്കിൽ പാർട്ട്ണറുടെ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഇന്ന് കിട്ടുമായിരിക്കും, നാളെ കിട്ടുമായിരിക്കും എന്നുള്ള ആ ഒരു രീതിയിൽ എത്രയും വേഗം വന്നിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു എനർജിയിൽ നിൽക്കുകയാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും. എന്നിട്ടും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ബാരിയറാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാരിയർ എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ട് പേരുടെയും ഇടയ്ക്കുള്ള ആ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് ഈ ഒരു ബാരിയർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ രണ്ട് പേരുടെയും ഒരു മനോഭാവവും ഇതിനകത്ത് ഒരു പ്രശ്നം തന്നെയാണ്. അതായത് ഇവിടെ നിങ്ങളുടെ പേഴ്സണ് ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളോട് എന്തൊക്കെയോ കാര്യങ്ങളിൽ നീതി പുലർത്തിയിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ചീറ്റ് ചെയ്തു എന്ന് സംശയിക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ ഈ പേഴ്സണുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കണം എന്നില്ല എന്നുള്ള ആ ഒരു മുൻവിധി ഈ പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട്. മേ ബി ചിലപ്പോൾ നിങ്ങളും ഈ ഒരു വ്യക്തിയെ ഒരുപാട് ആഗ്രഹമുണ്ടെങ്കിലും അല്ലെങ്കിൽ സ്നേഹം ഉണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാതെ ഇരിക്കുന്നത് അവരായിട്ട് ഇങ്ങോട്ട് വരട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ആ ഒരു ബാരിയർ പോലെ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താണോ അത് ഞാനായിട്ട് ഇനി വർദ്ധിപ്പിക്കുന്നില്ല, ഞാനായിട്ട് ഇനി പ്രത്യേകിച്ച് മുൻകൈ എടുത്തൊന്നും ചെയ്യുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്കിടയിലുള്ള ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്ന് കോണ്ടാക്ട് ചെയ്ത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകണ്ട, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്നും കൂടി വലുതാക്കണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ട് നിങ്ങൾ സംയമനം പാലിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് പേരുടെയും നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ബാരിയറിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മനോവിചാരം കൂടി ഉൾപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സും എനർജീസും ഒക്കെ തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങളും അതൊക്കെ തന്നെയാണ്. നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഓവറോൾ എനർജി അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഔട്ട്കം എന്നൊക്കെയുള്ള ഒരു രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും കൂടുതലായിട്ടും അവരുടെ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ആ ഒരു പ്രൈം ഫോക്കസിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു എക്സാക്റ്റ് മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു എനർജി ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നമ്മളിവിടെ തറപ്പിച്ച് പറയുന്നില്ല. അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരുപാട് ആളുകൾ മീൻസ് അവർ ആൾക്കൂട്ടത്തിന് നടുക്ക് പോയി നിൽക്കുന്നു എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. അവരുടെ ലൈഫിൽ ചിലപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനോടൊപ്പം ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോടൊപ്പം ആയിരിക്കാം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു സെലിബ്രേഷൻസിൽ പങ്കെടുക്കുന്ന ഒരു ടൈം ആയിരിക്കാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അതിൻ്റേതൊക്കെ ആയിട്ടുള്ള ഒരു നമുക്ക് വളരെ വേണ്ടപ്പെട്ടത് എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു ആളുകളുടെ ഇടയിലാണ് ആ ഒരു പേഴ്സൺ ഉള്ളത്. ഇനി ഒരു പക്ഷേ അവരുടെ ഫാമിലിയിൽ അതുപോലെയുള്ള എന്തെങ്കിലും വിശേഷങ്ങൾ നടക്കുന്നുണ്ടാവാം, മാരേജസോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും സെലിബ്രേഷൻസോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവാം. അപ്പോൾ ഇനിയിപ്പോൾ അവരോടൊപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ പോലും എല്ലാവരുടെയും ഒരു സാന്നിധ്യത്തിൽ വളരെ സന്തോഷമായിട്ട് ഈ ഒരു പേഴ്സൺ നിൽക്കേണ്ടുന്ന ഒരു ടൈമാണ് ഈ ഒരു ടൈം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത്. പക്ഷേ ഈ വ്യക്തിക്ക് അതിനകത്തൊന്നും കൂടുതലും എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതായത് എത്രയൊക്കെ ആൾക്കാർ ഇവരോടൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ ഒരു മാനസിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്താണ് ഇവരുടെ ഒരു റിയൽ മൈൻഡ് എന്നുള്ളത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളും ഈ ഒരു വ്യക്തിയോടൊപ്പം ഇല്ല എന്നുള്ളതാണ്.
അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ ആരൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും വളരെ ഒറ്റപ്പെട്ട ഒരു മാനസികാവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കൂടെ ഒരുപാട് ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമുക്ക് ആരോടാണോ മനസ്സ് തുറന്ന്, അല്ലെങ്കിൽ നമ്മളെ ചതിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ പല കാര്യങ്ങളും തുറന്ന് പറയാൻ സാധിക്കുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം. അല്ലാതെ ഒരുപാട് ബന്ധുക്കൾ ഉണ്ടായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ടോ ഒന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു അർത്ഥമില്ല. നമുക്ക് ആരാണോ ആവശ്യത്തിന് ഉപകരിക്കുന്ന അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ അങ്ങനെ ആരും ഇല്ല. അവർക്ക് എത്ര സുഹൃത്തുക്കൾ ഉണ്ടെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ എത്ര റിലേറ്റീവ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ആ ഒരു വ്യക്തി മാനസികമായിട്ട് വളരെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഇവർ നിങ്ങളുടെ ഒരു കോണ്ടാക്റ്റിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. അതുപോലെ തന്നെ നിങ്ങളുടെ ഓർമ്മകൾ വരുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെയുള്ള മെമ്മറീസ് ആണ് കൂടുതലെന്ന് പറയാം. അതായത് ഇപ്പോൾ ചില കേസസിൽ രണ്ടുപേരും ഇഷ്ടപ്പെടുന്ന വ്യക്തികളൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ വരുന്നത് അവർ നമ്മളോട് ചെയ്തിട്ടുള്ള ദേഷ്യപ്പെട്ട കാര്യങ്ങളോ, അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും മോശമായിട്ട് പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പെട്ടെന്ന് ഓർമ്മ വരിക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ എന്നാൽ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ വന്നിരിക്കും. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം ആണ് കിട്ടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയേക്കാൾ ഒരു പടി കൂടി മുകളിൽ അവർ നിങ്ങളെ കാണുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളെ ഒരുപാട് ബ്ലെയിം ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്താനോ, നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറ്റം ഉണ്ടായിരുന്നു, നിങ്ങളുടെ സ്വഭാവം ശരിയല്ലായിരുന്നു, അങ്ങനെയൊന്നും പറയാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവർക്ക് സപ്പോർട്ടായിട്ട് നിന്ന, അല്ലെങ്കിൽ അവരെ കെയർ ചെയ്തിരുന്ന നല്ലൊരു വ്യക്തി, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് അഡ്വൈസ് കൊടുത്തിരുന്ന, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാം, അവരൊരുപാട് സ്നേഹിച്ചിരുന്ന ഒരു നല്ലൊരു പേഴ്സൺ എന്നുള്ള ആ ഒരു റെസ്പെക്റ്റ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് നിങ്ങളോടുണ്ട്. അപ്പോൾ സ്നേഹത്തോടൊപ്പം തന്നെ അവർക്ക് ആ ഒരു റെസ്പെക്റ്റ് എന്നുള്ളൊരു വികാരവും കൂടി നിങ്ങളോട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുള്ള നിങ്ങളുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് വളരെ നല്ലതാണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതായത് ഇപ്പോൾ ചില റിലേഷൻഷിപ്പ് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാവുന്നതുണ്ട്. അതായത് ഇപ്പോൾ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് റിലേഷൻഷിപ്പിൽ സ്നേഹം കാണിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ സെക്ഷലി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നവരുണ്ട്. അല്ല, ഇനിയിപ്പോൾ നമ്മളുടെ പാർട്ട്ണർ കുറച്ച് സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയാണ്, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ ആണ് എന്ന് ആ ഒരു പൊങ്ങച്ചം പറയാൻ വേണ്ടിയിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടു നടക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അതായത് ഓരോ ഇൻറ്റൻഷൻ പല ബന്ധങ്ങളിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു ഇൻറ്റൻഷൻ അത്രത്തോളം പ്യുവർ ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് ഇങ്ങനെയുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും അല്ല എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അവരുടെ ഒരു സ്നേഹം മാത്രം മതി. ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് അവരുടെ സ്നേഹം മാത്രമാണ്. വേറെ ഒരു ദുരുദ്ദേശവും നിങ്ങൾക്ക് ഇല്ലാന്ന് ഈ ഒരു പേഴ്സൺ നന്നായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെയായിരിക്കാം അവർക്ക് നിങ്ങളോട് ആ ഒരു റെസ്പെക്റ്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ കയറി വരുന്നു എന്നുള്ളത് മാത്രമല്ല, വളരെ കാര്യമായിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് നമ്മളിവിടെ ഏറ്റവും ഫോക്കസ് ചെയ്ത് പറയേണ്ടുന്ന ഒരു കാര്യം. ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാതെ നമ്മളിവിടെ ജസ്റ്റ് എനിക്ക് നഷ്ടപ്പെട്ടു പോയ വ്യക്തി, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കോണ്ടാക്റ്റിൽ ഇല്ലാത്തൊരു വ്യക്തി എന്നുള്ളൊരു രീതിയിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അത്ര ഭയങ്കരമായിട്ട് ഈ ഒരു പേഴ്സൺ ഡിപ്രസ്ഡ് ആവുന്നത് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ബാരിയർ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു. പല കാര്യങ്ങളും നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് വന്നിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു തേർഡ് പാർട്ടി ആയിരിക്കും. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തി തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വ്യക്തികളുണ്ടാവാം. സാഹചര്യങ്ങളും തേർഡ് പാർട്ടിയായിട്ട് നിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ടാവാം. അതായത് ഒരുപാട് സ്ട്രഗിൾസ് നിങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾക്ക് ഒരുപാട് സ്നേഹവും അല്ലെങ്കിൽ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും നിങ്ങൾക്കൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലോ കാര്യങ്ങളിലേക്കോ എത്താൻ പറ്റാത്തത് തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇത്രത്തോളം സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതൊന്നും നിങ്ങളോട് പ്രകടിപ്പിക്കാൻ സാധിക്കാതെ അവരുടെ ഒരു ഇമോഷൻസ് എല്ലാം ഹൈഡ് ചെയ്ത് വെച്ച് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു അവസ്ഥയിലൂടെയാണ് അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഒരു പ്രഷർ, ഒന്നിൽ കൂടുതൽ വ്യക്തികൾ, ചിലപ്പോൾ അവരുടെ ഫാമിലിയോടൊപ്പം തന്നെ ഈ ഒരു പേഴ്സൺ ഉണ്ടാവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഭൂരിഭാഗം വ്യക്തികൾക്കും ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം ഇവിടുത്തെ ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു പ്രഷർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ ഒരു പാരൻസ്, സിബ്ലിങ്സ്, റിലേറ്റീവ്സ്, അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരുപാട് പേരുടെ ഒരു പ്രഷർ ഈ പേഴ്സൺ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരതിനകത്ത് പെട്ടുപോയതുപോലെയാണ്. അതായത് സ്റ്റക്കായിട്ടിരിക്കുന്നൊരവസ്ഥ.
ഒരാളെ നമുക്ക് വെറുപ്പിക്കാൻ സാധിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് എതിർത്ത് നിൽക്കാൻ സാധിക്കും. പക്ഷേ ഒരുപാട് പേരെ ചിലപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എതിർത്ത് നിൽക്കാൻ സാധിച്ചെന്ന് വരില്ല, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ അതിനനുവദിച്ചെന്ന് വരില്ല. അതുപോലെ പാരൻസ് പോലെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആകുമ്പോഴത്തേക്കും ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അതിന് കീഴടങ്ങി നിൽക്കേണ്ടുന്ന ഒരവസ്ഥയായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ അവർ ഒട്ടും ഹാപ്പി അല്ല എന്നുള്ളത് നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കും. ആ ഒരു സിറ്റുവേഷൻ അവർക്കൊരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു പ്രാരാബ്ധമായിട്ടാണ് തോന്നുന്നത്. ആ ഒരു സിറ്റുവേഷൻ അവരൊരിക്കലും എൻജോയ് ചെയ്യുന്നില്ല. അവർക്കിടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് സെലിബ്രേഷൻസ് ആണുള്ളത്, അല്ലെങ്കിൽ എന്ത് സെലിബ്രേഷനാണ് വരാനുള്ളത്, എന്ത് തന്നെ ആയിക്കോട്ടെ, അവർക്കതിലൊന്നും ഒരു എൻജോയ്മെൻറ്റും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ഏജുള്ള ഒരു വ്യക്തി ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മെച്യൂർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. പലപ്പോഴും പല കാര്യങ്ങളും ഒന്ന് ആലോചിച്ച് അതിൻ്റെ ഒരു വരും വരാഴികളൊക്കെ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ഈ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു തീരുമാനമോ കാര്യങ്ങളോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പലരെയും പ്രീതിപ്പെടുത്തേണ്ടതായിട്ട് വന്നേക്കാം. ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങളൊക്കെ ചിലപ്പോൾ മാറ്റി വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പേഴ്സണാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കരിയറിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവരൊരു ഒരുപാട് പേരുടെ മുകളിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. ഒരുപാട് പേരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകേണ്ടുന്ന ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതായത് ഈ ഒരു വ്യക്തി ഒരുപാട് ഉത്തരവാദിത്തങ്ങളാൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങളുടെ നടുവിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു കൈയും കാലും ഒക്കെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പല കാര്യങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ പല ആംഗിളിൽ നോക്കുമ്പോഴും ഈ ഒരു പേഴ്സൺ ഒരു സ്വാതന്ത്ര്യമില്ലായ്മ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യമില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരാൾ നിർബന്ധപൂർവ്വം കെട്ടിയിട്ടിരിക്കുന്നു എന്നുള്ളതല്ല, സാഹചര്യങ്ങളും വ്യക്തികളും എല്ലാം അനങ്ങാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ. അപ്പോൾ സ്വന്തം ഇഷ്ടത്തിനും അല്ലെങ്കിൽ താല്പര്യത്തിനും അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തതിൻ്റെ എല്ലാ ഫ്രസ്ട്രേഷനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്കുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഇത്രയും ആഗ്രഹിച്ചിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും റീയൂണിയൻ ആവണം എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ പോയിട്ടോ എല്ലാം അവർക്ക് നിങ്ങളിലേക്ക് വരാൻ കഴിയാതെ അവർ സ്റ്റക്കായിട്ട് നിന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരുപാട് റീസൺസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയുള്ള ആ ഒരു തേർഡ് പാർട്ടി ആരാണെന്നുണ്ടെങ്കിലും ഇവർക്ക് അവിടെ ഒരു ഫിയർ ഉണ്ട്. ആ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിയെ നല്ല രീതിയിൽ ഭയക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ ഒരു ഭയം എന്നുള്ളത് ഉദ്ദേശിച്ചത് ഇവർ അതിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങളും കൈവിട്ട് പോകും എന്നുള്ളത് കൊണ്ടായിരിക്കാം. അല്ലാതെ അവരവരെ പേടിച്ച് നിൽക്കുന്നു എന്നുള്ളതല്ല. അങ്ങനെയുള്ള ഒരു ഭയം ഈ ഒരു പേഴ്സൺ ഉണ്ട്. അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അവരുടെ മറ്റൊരു ഭയമാണ്. അവരുടെ ആ ഒരു സോഷ്യൽ ആങ്സൈറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വ്യക്തി അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ഒരു പേഴ്സണുള്ള ആ ഒരു തോന്നലെന്ന് പറയുന്നത് ഇത്രയും നിങ്ങൾ സ്നേഹിക്കുന്നു, നമ്മൾ പറഞ്ഞു ആ ഒരു റെസ്പെക്റ്റ് കാര്യങ്ങളോ ഉണ്ട് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട്. അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾ കൂടെ നിന്നിട്ടും നിങ്ങളെ ചതിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് ഈ പേഴ്സൺ ഇറങ്ങിപ്പോയത് കൊണ്ടായിരിക്കാം, നിങ്ങൾക്ക് തന്ന ആ ഒരു പ്രോമിസസ് അഷുറൻസ് എല്ലാം ഇവർക്ക് പാലിക്കാൻ കഴിയാഞ്ഞത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വാക്ക് പോലും നിങ്ങളോട് പറയാതെ ഇതിൽ നിന്ന് മാറിപ്പോകുന്ന വ്യക്തിയായിരിക്കാം. തേർഡ് പാർട്ടിയുടെ പ്രഷർ കാരണം നിങ്ങളോട് അവർ കൂടുതലൊന്നും പറഞ്ഞിട്ടുണ്ടാവണം എന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം തന്നിട്ടുണ്ടാവണം എന്നില്ല. നിങ്ങൾ മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന അവസ്ഥയായിരിക്കാം. അപ്പോൾ അതെല്ലാം ഈ ഒരു പേഴ്സണെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിനകത്തൊക്കെ റിഗ്രറ്റ് ഉള്ളതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ മുൻപിലും അവർക്ക് ഹോണസ്റ്റായിട്ട് നിൽക്കാൻ കഴിയാത്തൊരു പേഴ്സണാണ്. അപ്പോൾ ഏത് ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാലും അവർക്കൊരു പ്രഷർ ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ എനർജിയിൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ ഒരു ചുറ്റുപാടിൽ അവർ ഏറ്റവും പെയിൻഫുള്ളായിട്ട് വേദന അനുഭവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്തിട്ടുള്ള ആവലാതികളാണ് അവരുടെ ഒരു സ്വൈര്യം കെടുത്തുന്നതെന്ന് തന്നെ നമുക്ക് പറയാം. അല്ലാതെ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും അവരുടെ കരിയർ വൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അവർക്ക് ഒരുപാട് പ്രോബ്ലങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ ഫിനാൻഷ്യലിയൊക്കെ ആ ഒരു പേഴ്സൺ നല്ല രീതിയിൽ സ്റ്റേബിൾ ആയിരിക്കാം. അതായത് അവർക്കിപ്പോൾ എല്ലാം ഉണ്ട്, അവരുടെ അടുത്ത് ഇല്ലാത്തതെന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു ഫാമിലി അവരോടൊപ്പം ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവർ ആഗ്രഹിച്ചൊരു കരിയർ ഉണ്ടാവാം, ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി ഉള്ളൊരു ടൈമായിരിക്കാം. അങ്ങനെയുള്ള പല നേട്ടങ്ങളും അവരുടെ മുൻപിൽ ഉണ്ടായിട്ടും അവർക്കതൊന്നും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള നേട്ടങ്ങളിലൊന്നും സന്തോഷിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവരുടെ മുൻപിലുള്ള അച്ചീവ്മെൻറ്റ്സ് അവർ കാണുന്നില്ല. അവർ നഷ്ടപ്പെട്ട നിങ്ങളെ ഓർത്തിട്ടാണ് കൂടുതൽ വേദനിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് ഫിയർ ഈ ഒരു പേഴ്സൺ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിട്ടുള്ള ഒരു ആവലാതി ഈ ഒരു പേഴ്സൺ ഉണ്ടെന്നുള്ളത് പറയാം.
അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചില കേസസിൽ ഇതുപോലെ അവരായിട്ടൊന്ന് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ അവരുടെ ഒരു ഈഗോ ഹേർട്ട് ആവാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്ണർ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ അത്രയും ജോലി കഴിഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ ഒരു ക്ഷമാപണത്തിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല എന്നൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാറുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെസ്സേജ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിക്കുന്നതിൻ്റെ റീസൺ ഒരിക്കലും അവരുടെ ഒരു ഈഗോ ഹേർട്ട് ആവാതിരിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടല്ല. നമ്മൾ പറഞ്ഞു അവർക്കൊരു റിഗ്രറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ അവർക്കൊരു ടെൻഷൻ ഉണ്ട്. കാരണം നിങ്ങൾക്ക് വേണ്ടത്ര അല്ലെങ്കിൽ അവരെന്താണോ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ആ ഒരു രീതിയിലായിരിക്കില്ല അവർ പ്രവർത്തിച്ചിട്ടുള്ളത്. അവരുടെ ഒരു സാഹചര്യവശാൽ ചിലപ്പോൾ നിങ്ങൾ ചീറ്റ് ചെയ്യേണ്ടതായിട്ട് അവർക്ക് വന്നിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അവർക്ക് നല്ല രീതിയിലുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ നിങ്ങളായിട്ട് അവരിലേക്ക് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഭയം മാറിക്കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്നിലേക്ക് വന്നു, അപ്പോൾ അവർക്ക് എന്നോട് ഇപ്പോഴും സ്നേഹമുണ്ട്, എനിക്ക് മാപ്പ് തരാൻ അവർ തയ്യാറായി നിൽക്കുന്നത് കൊണ്ടാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് അവരുടെ ആ ഒരു ആശ്വാസം എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മളിവിടെ പറഞ്ഞതുകൊണ്ട് ഓടിപ്പോയിട്ട് ആ ഒരു പേഴ്സണ് എന്നാൽ കോൺടാക്ട് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നമ്മളെപ്പോഴും പറയുന്നത് പോലെ ജനറൽ റീഡിങ്സ് വരുമ്പോഴത്തേക്കും ഇതെല്ലാം നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യങ്ങളാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ഉപകരിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ നമ്മൾ ആക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാത്രമായിട്ടുള്ള ഒരു റീഡിംഗ് ആയിരിക്കണം. അപ്പോൾ എങ്കിൽ പോലും ഇവിടെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളായിട്ട് അങ്ങോട്ട് ചെന്ന് മിണ്ടട്ടെ എന്ന് ഇവർ ആഗ്രഹിക്കുന്നത് ഒരു ദുരുദ്ദേശം കാരണമല്ല എന്നുള്ളതാണ് നമ്മളിവിടെ വ്യക്തമാക്കിയത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു റെസ്പോൺസ് ഈ ഒരു പേഴ്സണ് കിട്ടാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു കറക്റ്റ് സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ കറക്റ്റ് മാനസികാവസ്ഥ എന്താണെന്നുള്ളത് നമുക്കിവിടെ വരാത്തതുകൊണ്ട് അത് തറപ്പിച്ച് പറയുന്നില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്ക് ഈ ഒരു പ്രഷർ താങ്ങാവുന്നതിലും അപ്പുറമാണ്. എന്തെല്ലാം സുഖസൗകര്യങ്ങൾ ഉണ്ടായിട്ടും അല്ലെങ്കിൽ എന്തെല്ലാം ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളില്ല എന്ന് പറയുന്നത് അവർക്കൊരു വലിയ ശൂന്യത തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ട് എത്ര നാളായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു കോൺടാക്റ്റ് നിങ്ങൾക്ക് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം ഈഗർലി വെയിറ്റിംഗ് ആണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സ്. എത്രയും വേഗം ആ ഒരു നഷ്ടപ്പെട്ട കാര്യം തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഇവരുടെ മനസ്സിനകത്തുണ്ട്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് അവർ വരണം, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയെ എതിർത്തിട്ട് ഇവർ വരണം എന്നുള്ള ആ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അവർക്ക് വരാനായിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണുന്നില്ല. ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിലും അത് വളരെ സീക്രട്ട് ആയിട്ടായിരിക്കാം വരുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നതും ഈ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. കാരണം നമ്മൾ പറഞ്ഞ ഒരുപാട് ആ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ സാഹചര്യങ്ങൾക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷെ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകരുത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൈവിട്ട് പോകരുത് എന്നുള്ള അവരുടെ ആ ഒരു മാനസികാവസ്ഥ കൊണ്ട് മാത്രമാണ് അവർ വീണ്ടും നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഈ ഒരു ബന്ധം അവസാനിച്ചിട്ടുള്ളതെങ്കിലും വീണ്ടും ആരംഭിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ എത്ര പേര് ഇത് അംഗീകരിക്കും എന്നുള്ളത് അറിയില്ല. കാരണം ഇവിടുത്തെ ഈ ഒരു പേഴ്സൻ്റെ ഒരു സാഹചര്യവശാൽ നമ്മൾക്ക് പറയുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ നഷ്ടപ്പെടാനും എന്നാൽ ഈ ഒരു പേഴ്സണ് കഴിയില്ല. അതുകൊണ്ട് വീണ്ടും കോൺടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളിലേക്ക് വരണം. അവർക്ക് റിഗ്രറ്റ് ഉണ്ട് നിങ്ങളോട് ചെയ്തു പോയ കാര്യങ്ങളിൽ. അതുകൊണ്ട് നിങ്ങളോട് അപ്പോളജൈസ് ചെയ്യണം എന്നുള്ളതെല്ലാം ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ തീരുമാനം നിങ്ങളുടേതാണ്. അപ്പോൾ ചിലവർക്ക് ഒരു കോൺടാക്റ്റ് കിട്ടിയാൽ മതി. ആ ഒരു തേർഡ് പാർട്ടിയുടെ സ്ട്രെങ്ത് എന്താണെന്ന് അറിയുന്ന ചില വ്യക്തികൾക്ക് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നൊരു കോൺടാക്റ്റ് മതി എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. ചിലരാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി പൂർണ്ണമായിട്ട് ഒഴിവാകാതെ എനിക്കൊരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വിചാരിക്കുന്നവരുണ്ടാവാം. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സ് മാത്രമാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പേഴ്സൺ ഒരു നിസ്സഹായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇത്തരത്തിലാണ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇതാണ്. സോ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഈ ഒരു പേഴ്സൺ എത്രയും വേഗം നിങ്ങളിലേക്ക് വന്ന് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യാം. ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹം ഉള്ളതായിട്ട് നമുക്ക് കാണാം. ഒരു കാരണവശാലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് സമർത്ഥിക്കുന്നതായിട്ടോ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. എല്ലാം ആ ഒരു പേഴ്സൻ്റെ തെറ്റാണ് അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥയാണെന്നുള്ളത് തന്നെയാണ് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.